ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാള് മരണാസന്നമായ സമയത്ത് അയാൾ മക്കളോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ കത്തിക്കണം, എന്നിട്ട് ഭൂമിയിലെ പല ഭാഗങ്ങളും നിങ്ങൾ അത് നിക്ഷേപിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയാളെ മരണശേഷം അയാളെ മക്കൾ അതേപോലെ ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പുനർജീവിപ്പിച്ചിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് നിന്റെ മക്കളോട് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നുണ്ട്, ഓ അല്ലാ, നിന്നെ ഞാൻ അത്രത്തോളം ഭയപ്പെടുന്നു, നീ എന്നെ പിടികൂടുമെന്നൊരു ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിനോടുള്ള ഭയം കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പാവങ്ങളെ അയാൾക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാ നമുക്ക് അള്ളാഹുവിന്റെ പരിധിയിലുള്ള ഒരു കാര്യത്തെ പറ്റി നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റുക? ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള ഒരു കാരണം എന്താ അറിയോ? ഇന്ന് നമ്മൾ ഒരാളുടെ അപ്പിയറൻസ് കൊണ്ടോ പാസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അയാളുടെ പെരുമാറ്റം കൊണ്ടോ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മൾ ജഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ഇറാൻ പ്രസിഡന്റ് ഖമനേയി കൊല്ലപ്പെട്ട സമയത്ത് ഒരുപാട് ആളുകൾ അയാളെ അനുകൂലിച്ചിട്ടും ഒരുപാട് ആളുകൾ അയാൾക്കെതിരെ സംസാരിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരെങ്കിലും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം തന്നിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പരിധിയിലുള്ള കാര്യമാണ് അത്. ആർക്കാണ് അള്ളാഹു മാപ്പ് കൊടുക്കുന്നത്, ആരൊക്കാണ് അള്ളാഹു മാപ്പ് കൊടുക്കാത്തത് എന്നൊക്കെ അള്ളാഹിന്റെ പരിധിയിൽ മാത്രമുള്ള ഒരു കാര്യം. പിന്നെ എങ്ങനെയാ നമുക്ക് ഒരാള് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാൻ നമുക്ക് എങ്ങനെ കഴിയണത്? ഒരാള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളും അള്ളാഹുവും മാത്രമുള്ള ഒരു കാര്യം. അതിൽ ഇടപെടാൻ നമുക്ക് പടച്ചോൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളെ വിലയിരുത്താൻ പടച്ചോൻ നമുക്ക് ആർക്കെങ്കിലും അധികാരം തന്നിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരാൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 വിരലുകൾ നമുക്കെതിരെയാണ് ചൂണ്ടുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ കാര്യത്തിൽ തന്നെ നമുക്ക് ഉറപ്പില്ലാതെ പിന്നെ എങ്ങനെയാ നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റണത്? ചിന്തിക്കണം.